യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുവാൻ തിരഞ്ഞെടുത്ത സമയത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ചരിത്രം പിന്നീട് തിരിഞ്ഞു നോക്കി AD 1 എന്ന് വിളിച്ച ആ സമയം തന്നെ യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുവാൻ തിരഞ്ഞെടുത്തതിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിൾ ആ പ്രത്യേകതയെ കാലസമ്പൂർണത എന്നാണ് വിളിക്കുന്നത്. എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്ന കാലസമ്പൂർണത എന്നതാണ് ഇന്നത്തെ ക്രോസ് ടോക്ക് സ്റ്റുഡിയോസിന്റെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ക്രോസ് ടോക്ക് സ്റ്റുഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് കാലസമ്പൂർണത? കാലസമ്പൂർണത എന്നതിനെ വളരെ ഡീറ്റെയിൽഡായി തന്നെ ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാലസമ്പൂർണത വന്നപ്പോൾ പുത്രൻ ഭൂമിയിൽ ഒരു മനുഷ്യനായി ഇറങ്ങി വന്നു. എന്താണ് ഈ കാലസമ്പൂർണത? ഇത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ചെന്ന് അവിടെ നിന്ന് പഠിച്ചു തുടങ്ങേണ്ട ഒരു വലിയ വിഷയമാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു ആകത്തുക മനസ്സിലാക്കുവാനായി നമ്മൾ ഇന്ന് ഒരു 400 വർഷങ്ങൾക്ക് മുമ്പ്, യേശുക്രിസ്തുവിന് ഒരു 400 വർഷങ്ങൾക്ക് മുമ്പിലേക്ക് ചെന്ന് അവിടെ നിന്നിട്ട് ഈ കാലസമ്പൂർണത എന്താണ് എന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെറിയ ഒരു ആംഗിളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കൂടെ ഉണ്ടാവണം. കാലസമ്പൂർണത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഞാൻ ഈ പറയുന്ന വളരെ 1, 2, 3, 4 കാര്യങ്ങളിൽ കൂടി നമ്മൾ ഇന്ന് കടന്നു പോകും. ഇതൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നത് മനസ്സിലാക്കിയാണ് നമ്മൾ ഇന്ന് കാലസമ്പൂർണത എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, AD 1 യേശുക്രിസ്തു ജനിക്കുന്നു. ആ സമയത്തെ പറ്റി ചരിത്രകാരന്മാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ചിലർ പറയുന്നത് AD 2, 3, 4, 6 വരെയുള്ള സമയങ്ങൾ പറയുന്നുണ്ട്. ചിലർ BC 3 വരെയുള്ള സമയങ്ങളും പറയുന്നുണ്ട്. എന്തു തന്നെ ആയിരുന്നാലും ആ ഒരു 10 വർഷത്തെ ഗ്യാപ്പ് എടുത്തോളൂ. BC 3 മുതൽ AD 6 വരെയുള്ള ഒരു സമയങ്ങൾക്കിടയിൽ എന്തുകൊണ്ടാണ് കൃത്യമായി അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചത് എന്ന് ബൈബിൾ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യേശുക്രിസ്തുവിനൊരു 400 വർഷങ്ങൾക്ക് മുമ്പിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഓക്കെ, അപ്പോഴത്തെ റിലീജിയസ് സിറ്റുവേഷൻ ആണ് ആദ്യം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങളൊന്ന് നോക്കൂ, സകല ലോകത്തിൻ്റെയും രക്ഷിതാവായിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നത്. പക്ഷേ ഈ രഹസ്യം യേശുക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ യഹൂദന്മാർക്ക് മാത്രം മറഞ്ഞിരുന്ന ഒന്നാണ്. എന്ത്? ഒരു ലോകരക്ഷിതാവ് എന്ന് വരുമെന്നും ഇത് അബ്രഹാമിന് കൊടുത്ത ഒരു വാഗ്ദത്തമാണ്. അബ്രഹാമിൽ നിന്ന് എന്തുണ്ട്? സകല ജാതികൾക്കും ഒരു അനുഗ്രഹം ഉണ്ട് എന്നത് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണെങ്കിലും പിന്നീട് യഹൂദന്മാരിൽ അവരിലേക്ക് തന്നെ ഒതുക്കി വെച്ചു. അപ്പൊ യഹൂദന്മാർ വിശ്വസിക്കുന്നുണ്ട് എന്ത്? ഒരു മശിഹ വരുന്നുണ്ട് രക്ഷയ്ക്കായിട്ടെന്ന്. അപ്പം യേശുക്രിസ്തുവിന് ഒരു 400 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ജനിച്ചായിരുന്നെങ്കിൽ, യേശുക്രിസ്തു ഒരു യഹൂദനായി യഹൂദന്മാരുടെ ഇടയിൽ ജനിക്കുന്നു. ലോകത്തിലെ മറ്റുള്ളവരിലേക്ക് അത് എത്താനുള്ള സാധ്യത വളരെ കുറവായി പോകുന്നു. ലോകരക്ഷയ്ക്ക് വേണ്ടി ഒരു രക്ഷിതാവ് ജനിക്കുമ്പോൾ ലോകം മുഴുവൻ അത് അറിയുക എന്നത് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? യേശുക്രിസ്തുവിന് ഒരു 400 വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോണിൽ ഇസ്രായേൽ അടിമത്തത്തിന് പോയിട്ട് തിരിച്ച് ഇസ്രായേലിലേക്ക് വരുന്ന സമയത്ത്, ഏതാണ്ട് BC 400കളിൽ ജൂയിഷ് ഡയസ്പോര എന്ന ഒരു പ്രതിഭാസം സംഭവിച്ചു. എന്ത് പറ്റി? യഹൂദന്മാര് ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്ക് ചിതറപ്പെട്ടു, ചിന്നിപ്പോയി. അതിനെയാണ് അവർ ഡിസ്പേഴ്സ് ആയിപ്പോയി. അതിൽ നിന്നാണ് ഡയസ്പോര എന്ന വാക്കുണ്ടാകുന്നത്. അപ്പൊ ഞാൻ ഈ ഭൂമി എന്ന് പറയുമ്പോൾ അന്നത്തെ നോൺ അറിയപ്പെടുന്ന ലോകമാണ്. അതായത് ഇന്നത്തെ യൂറോപ്പ്, മുകളിൽ ടർക്കി, താഴെ സിറിയ, അതേപോലെ തന്നെ ആഫ്രിക്കയുടെ പാർട്ടായിട്ടുള്ള ഈജിപ്റ്റ്, അതിന് താഴോട്ടുള്ള എത്യോപ്യ പോലത്തെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, ട്രാൻസ് യൂഫ്രട്ടീസ് സ്ഥലങ്ങളായ, അതായത് ഏഷ്യയുടെ പാർട്ടായിട്ട് ട്രാൻസ് യൂഫ്രട്ടീസ് സ്ഥലങ്ങളായ ഇപ്പോഴത്തെ ഇറാന്, ഇറാഖ്, അതിൻ്റെയൊക്കെ താഴെ അന്നത്തെ ഷേബയായിട്ടുള്ള യമൻ, ഇതുപോലുള്ള സ്ഥലങ്ങളിലോട്ടെല്ലാം യഹൂദന്മാർ എന്ത് ചെയ്തു? ചിതറിപ്പോയി. അപ്പൊ ചിതറിപ്പോയപ്പോൾ അവരുടെ ഇടയിൽ പുതിയൊരു കൾച്ചറും കൂടി വന്നു. അതിനു മുമ്പ് വരെ യെരുശലേം ദേവാലയത്തിൽ മാത്രമായിരുന്നു യഹൂദന്മാർ എന്ത് ചെയ്യുന്നത്? ആരാധന കഴിക്കുന്നത്. പക്ഷേ ജൂയിഷ് ഡയസ്പോരയ്ക്ക് ശേഷം ഈ ഡയസ്പോര ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം ഇവരെന്ത് ചെയ്തു? സിനഗോഗുകൾ, യഹൂദന്റെ പള്ളി പണിതു. അപ്പൊ യഹൂദന്റെ പള്ളി ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പണിത്
യഹൂദൻ അവിടെ ആരാധന സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ യഹൂദൻ അവിടെ വെച്ചിട്ട് അവരുടെ തോറ പഠിക്കുകയും തനാക്കുകൾ പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ, യഹൂദന്റെ മതം മറ്റ് ജാതികളിലേക്ക് കൂടി എന്ത് ചെയ്തു? കടന്നു ചെല്ലുകയും അവർ ഈ ഏകദൈവ വിശ്വാസത്തിൽ ഇംപ്രസ് ആവുകയും ഒരുപാട് പേർ യഹൂദ മതം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പ്രോസൈലറ്റ് എന്ന് പറയുന്നത്. അതായത് യഹൂദ മതാനുസാരി, പുതിയതായിട്ട് ഒരാൾ യഹൂദ മതം തിരഞ്ഞെടുക്കുക. അപ്പം യേശുക്രിസ്തുവിന് 400 വർഷങ്ങൾക്ക് മുമ്പ് ഇത് സംഭവിക്കുമ്പോൾ യഹൂദനിൽ മാത്രം നിന്നിരുന്ന, യഹൂദനിൽ മാത്രം അടങ്ങിയിരുന്ന ഒരു മശിഹായുടെ വരവ്, മശിഹ വരുമെന്നും ലോകത്തിനെ വീണ്ടെടുക്കുമെന്നും ഉള്ള അറിവ് മറ്റ് ജനങ്ങളിലേക്കും ജാതികളിലേക്കും കൂടി എത്തപ്പെട്ടു. അതെന്ത് ചെയ്തു? അന്നത്തെ നോൺ വേൾഡിൽ എല്ലാം ജൂയിഷ് ഡയസ്പോര ഉണ്ടായി. ഈജിപ്തിലൊക്കെ പറയുകയാണെങ്കിൽ അലക്സാണ്ട്രിയയിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് യെരുശലേം ദേവാലയത്തിലെ പോലെ തന്നെ സാമ്യം തോന്നിക്കുന്ന വലിയ പള്ളികൾ വരെ അവിടെ പണിതു. എലിഫന്റെയും ടെമ്പിളൊക്കെ അവർ പണിതു. അപ്പൊ അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടായി. അപ്പൊ നോക്കി, ഇതിങ്ങനെ തുടർന്ന് 300 വർഷങ്ങളിൽ കൂടി കടന്നു വന്നപ്പോൾ യേശു കർത്താവിന്റെ സമയമായപ്പോൾ റിലീജിയസ്ലി യഹൂദന്റെ ഉള്ളിൽ നിന്നിരുന്ന മശിഹായുടെ കാത്തിരിപ്പ് യഹൂദനിൽ നിന്ന് വിട്ട് എല്ലാ ചുറ്റുമുള്ള മതങ്ങളിലും ചുറ്റുമുള്ള ജാതികളിലും ഒക്കെ ഈ ആശയം എത്തുകയും അവരൊക്കെ ഒരു മശിഹ വരുമെന്ന് കാത്തിരിക്കുകയും യഹൂദ മതത്തിനെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ടായി. എന്ത്? യഹൂദനിൽ കൂടി ലോകത്തോട് പറഞ്ഞിരുന്ന ഒരു പ്രോമിസ് ലോകത്തിനെത്തുമ്പോൾ അത് ലോകം മുഴുവൻ എത്തപ്പെട്ട ഒരു പെർഫെക്റ്റ് സാഹചര്യം ഉണ്ടായി മശിഹ വരുന്നു. അപ്പോൾ എന്ത് പറ്റും? റിലീജിയസ്ലി ഒരു സമ്പൂർണത ഉണ്ടായി. നോക്കി, കാലം റിലീജിയസ്ലി സമ്പൂർണമായി മാറി. റിലീജിയസ്ലി എങ്ങനെയാണ് കാലം സമ്പൂർണമായത്, പെർഫെക്ഷൻ ഓഫ് ടൈമിൽ എത്തിയത് എന്ന് നമ്മളിപ്പോൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പൊളിറ്റിക്കൽ ആസ്പെക്റ്റിൽ നമുക്ക് കാണാം. അപ്പൊ നോക്കി, യേശു കർത്താവിന് മുമ്പ് ഒരു 400 വർഷങ്ങൾക്ക് മുമ്പ് പൊളിറ്റിക്കൽ സിനാരിയോ നോക്കാം. ഇസ്രായേൽ ഒരു രാജ്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഇസ്രായേൽ എന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ, മശിഹ വരുന്നു, മശിഹ അവരുടെ ഉള്ളിൽ വരുന്നു, അവര് മശിഹായെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ തള്ളുന്നു, അത് അവിടെ തന്നെ അങ്ങ് തീരുന്നു. അപ്പം നേരെ മറിച്ച് എന്തു വേണം? ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ഉണ്ടാകണം. കാരണം മശിഹ വരുന്നത് എന്തിനാണ്? ഇസ്രയേലിൽ നിന്ന് വരുന്നെങ്കിലും ഇസ്രയേലിന് മാത്രമായിട്ടല്ല മശിഹ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നോക്കി, ഇസ്രയേൽ എന്ത് ചെയ്തു? ഇസ്രയേൽ ഒരു നേഷൻ, ഒരു രാജ്യം എന്ന നിലയിൽ ചിഹ്നപ്പെടുകയും അവര് ഡിസ്പേഴ്സ് ആവുകയും, മറിച്ച് അതിന് ശേഷം എന്തു വന്നു? ടോളമിമാരുടെ സെലൂക്കസ് കാലം ഉണ്ടായിരുന്നു, മക്കാബിയൻ പീരീഡ് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ശേഷം യേശു കർത്താവിന്റെ കാലമായപ്പോഴത്തേക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റോമൻ എംപയറിന്റെ ആധിപത്യത്തിൽ വന്നു ഇസ്രയേലും ഇസ്രയേലിന് ചുറ്റുമുള്ള അനേക രാജ്യങ്ങളും. അപ്പൊ നോക്കി, ഒരു വലിയ സാമ്രാജ്യം റോമിന്റെ അണ്ടറിൽ വന്നപ്പോൾ ഒരു രാജ്യമായി മാറി അത്രയും ഏരിയ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ റോമിന്റെ അണ്ടറിലുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്കെല്ലാം ഇന്റർ ട്രേഡ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി മശിഹ വരുന്ന ഈ ടൈം ഇസ്രായേൽ എന്ന ഒരു ചെറിയ രാജ്യം ഒതുങ്ങി നിന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ തീരുന്നതിനെക്കാട്ടിലും ലോകത്തിന്റെ രക്ഷിതാവായിട്ടുള്ള മശിഹ വരുന്നത് നോക്കി അനേകമായിട്ടുള്ള സ്പേസിനെ ചേർത്ത് വെക്കുന്ന ഒരു ടൈമിലാകുമ്പോൾ അതെന്തോരം ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ? അപ്പോൾ പൊളിറ്റിക്കലി ഒരു ടൈം പെർഫെക്ഷനിലെത്തി. അപ്പൊ നോക്കിയ റിലീജിയസ് ടൈമിങ്, റിലീജിയസ് ചുറ്റുപാടുകൾ, സർക്കംസ്റ്റാൻസസ് പെർഫെക്ഷനിലെത്തി. പൊളിറ്റിക്കൽ സർക്കംസ്റ്റാൻസസ് എന്ത് ചെയ്തു? പെർഫെക്ഷനിലെത്തി. 2 കാലസമ്പൂർണതയിൽ ക്രിസ്തു വരാൻ ഇടയായ 2 കാലസമ്പൂർണത നമ്മളിപ്പോൾ കണ്ടു. ഇനിയും നമ്മൾ ബിയോണ്ട് ആയിട്ട് ചിന്തിക്കുമ്പോൾ ലാംഗ്വേജിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. ഞാൻ പറയുന്നത് ഒരുപാട് ആസ്പെക്റ്റിൽ വളരെ ബ്രോഡായി പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. പക്ഷെ നമ്മളിപ്പോൾ ലൈറ്റ് ആയിട്ട് 1-2 ആസ്പെക്ട്സുകൾ വഴി ചിന്തിച്ച് 2-3 ആംഗിളിൽ കൂടി ഇതിനെ കണ്ട് നമ്മൾ നമ്മുടെ സ്റ്റഡി നടത്താം. ലാംഗ്വേജ് നമുക്കെടുക്കാം. നോക്കിക്കേ, ലാംഗ്വേജിൽ എന്താണ് സംഭവിച്ചത്? ഹീബ്രുവിൽ മാത്രം ഒതുങ്ങി നിന്നതാണ് യഹൂദന്മാരും അവരുടെ മതഗ്രന്ഥവും എല്ലാം. അപ്പൊ നോക്കി, മശിഹ വരുന്നത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, മുഴുവൻ ലോകത്തിനും വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ എന്തു വേണം? ഇപ്പൊ 400 വർഷങ്ങൾക്ക് മുമ്പ്, ക്രിസ്തു ജനിക്കുന്നതിന് 400 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ബാബിലോൺ കാലത്തിന് മുമ്പായിരുന്നു യേശു കർത്താവ് വരുന്നതെങ്കിൽ യഹൂദന്മാരുടെ ഗ്രന്ഥങ്ങളും മശിഹായെ പറ്റി പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളും എല്ലാം എഴുതിയിരിക്കുന്നത് ഹീബ്രു ഭാഷയിലാണ്.
അത് യഹൂദന്മാർക്ക് മാത്രമേ വായിക്കാൻ അറിയത്തുള്ളൂ. വേറെ ആർക്കും അതിനെന്തില്ല, ആക്സസ് ഇല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള ലോകത്തിന് മശിഹ വന്നിട്ട് തിരുവെഴുത്തുകളൊക്കെ ഉദ്ധരിക്കുമ്പോൾ അതൊന്നും മനസ്സിലാകാതെ പോകും. അപ്പം എന്ത് സംഭവിച്ചു? യേശു കർത്താവിനും ഒരു 300 വർഷങ്ങൾക്ക് മുമ്പ് ടോളമിമാരുടെ കയ്യിൽ ഈജിപ്റ്റ് ഭരിക്കുന്ന സമയത്ത്, ഈജിപ്റ്റ് തുടങ്ങിയ ആ സ്ഥലങ്ങളിലേക്കുള്ള, ആ ദിശയിലേക്കുള്ള രാജ്യങ്ങളൊക്കെ ടോളമിമാർ ഭരിക്കുമ്പോൾ യെരുശലേം ടോളമിമാരുടെ ഭരണത്തിന്റെ അടിയിൽ വന്നു. ആ സമയത്ത് ഒരു രാജാവ് ഉണ്ടായി, ടോളമി ഫിലാഡൽഫസ് സെക്കൻഡ് എന്നൊരു രാജാവിന്റെ കാലത്ത് അലക്സാണ്ട്രിയയെ കേന്ദ്രീകരിച്ച് ഒരു വലിയ ലൈബ്രറി ഉണ്ടാക്കി. അപ്പൊ അതിനവർക്ക് തോന്നി യഹൂദന്മാരുടെ മതഗ്രന്ഥങ്ങൾ കൂടി ഈ ലൈബ്രറിയിൽ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കുമെന്ന രാജാവിന് തോന്നിക്കുന്നു. രാജാവ് ഡിമെട്രിയസ് ഫാലേരിയസ് എന്നൊരു ലൈബ്രറിയെ വിളിച്ച് ഈ ഉത്തരവാദിത്വം കൊടുക്കുകയും അവരങ്ങനെ സെപ്റ്റുവാജന്റ് എന്ന ലോകത്തിലെ ആദ്യത്തെ ഹീബ്രു ബൈബിളിന്റെ ഒരു ട്രാൻസ്ലേഷൻ ഗ്രീക്കിലോട്ടുണ്ടാക്കുന്നു. അങ്ങനെയാണ് യഹൂദന്മാരുടെ മതഗ്രന്ഥമായ തനാക്ക് ഗ്രീക്കിലേക്ക് എത്തപ്പെടുന്നു. അപ്പൊ നോക്കി, ഗ്രീക്കിൽ ഇപ്പം എന്തായി മാറി? യഹൂദന്മാരുടെ കയ്യിൽ മാത്രം ഇരുന്ന യഹൂദന്മാരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളും പ്രാവചീനീയ പുസ്തകങ്ങളും എല്ലാം ഇപ്പോൾ ഗ്രീക്കിൽ അവൈലബിൾ ആയി. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അതിന് കുറച്ചുകൂടി മുമ്പിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അലക്സാണ്ടറിന്റെ പടയോട്ട കാലത്ത് അലക്സാണ്ടർ അന്നത്തെ നോൺ വേൾഡിന്റെ ഒരു പകുതി ഭാഗവും ഓൾമോസ്റ്റ് ക്ലോസ് ടു ഇന്ത്യ വരെയൊക്കെ പിടിച്ചെടുത്തിട്ട് അലക്സാണ്ടർ ലിംഗ്വ ഫ്രാങ്ക്വ, അതായത് ദ കോമൺ ലാംഗ്വേജ് ഓഫ് ദ വേൾഡ്, ഗ്രീക്ക് ആക്കി മാറ്റി. അങ്ങനെയാണ് ആറ്റിക് ഗ്രീക്ക്, ഏലിക് ഗ്രീക്ക്, ഡോറിക് ഗ്രീക്ക് എന്നൊക്കെ പറയുന്ന ക്ലാസിക് ഗ്രീക്കുകൾ കൊയിനെ ഗ്രീക്ക് പോലത്തെ സിംപിളസ്റ്റ് ഫോം ഓഫ് ഗ്രീക്കിന്റെ ഫോമിലേക്ക് എത്തപ്പെടുകയും എല്ലാ സാധാരണക്കാരിലേക്കും ഗ്രീക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യാൻ അലക്സാണ്ടറിന് പറ്റി. അപ്പം അന്നത്തെ നോൺ വേൾഡിന്റെ, ഇന്നത്തെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പോലെ അന്നത്തെ നോൺ വേൾഡിന്റെ ലിംഗ്വ ഫ്രാങ്ക്വ എന്തായി മാറി? ഗ്രീക്കായി മാറി. ആ ഗ്രീക്കിൽ ഇപ്പോൾ എന്തായി? യഹൂദന്റെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പൊ ലാംഗ്വേജ് വൈസ് 400 വർഷങ്ങൾക്ക് മുമ്പ് മശിഹ വന്നായിരുന്നെങ്കിൽ ഹീബ്രു മാത്രം സംസാരിച്ച് യഹൂദന്റെ ഉള്ളിൽ നിന്ന് ഈ പറയുന്നതൊന്നും യഹൂദനല്ലാതെ വേറെ ആർക്കും മനസ്സിലാകുന്നുമില്ല. പക്ഷെ മറിച്ച് ഇപ്പം നോക്കി, ലോകത്തിന്റെ ഭാഷയിൽ മശിഹായെ പറ്റി എഴുതിയ സകലതും ട്രാൻസ്ലേറ്റ് ചെയ്ത് ജൂയിഷ് ഡയസ്പോര സംഭവിച്ച് അതെല്ലാവരിലേക്കും എത്തപ്പെട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യപ്പെടുന്ന ഒരു ലാംഗ്വേജിലൊക്കെയായി മാറി. ലാംഗ്വേജ് ഒരു സമ്പൂർണതയിലെത്തി, ഒരു പെർഫെക്ഷനിലെത്തി. എന്തിനു വേണ്ടി? മശിഹായെ വരവേൽക്കാൻ. അപ്പൊ നോക്കിയാൽ നമ്മളിപ്പോൾ എന്തൊക്കെ കണ്ടു? റിലീജിയസ്ലി എങ്ങനെ കാലസമ്പൂർണത ഉണ്ടായി എന്ന് കണ്ടു, പൊളിറ്റിക്കലി എങ്ങനെ കാലസമ്പൂർണത ഉണ്ടായി എന്ന് കണ്ടു. ഇനി നമുക്ക് ലാംഗ്വേജ് വൈസ് എങ്ങനെ കാലസമ്പൂർണത ഉണ്ടായി എന്ന് കണ്ടു. ഇനി നമുക്ക് മറ്റൊരു ആംഗിളിൽ ചിന്തിക്കാം. നമുക്ക് അന്നേരത്തെ ഒരു സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ചിന്തിക്കാം. നോക്കിയേ, സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 400 വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്നു മശിഹ വന്നതെങ്കിൽ യഹൂദനായി നിൽക്കുന്നു, മറ്റ് ജെൻഡൈൽസ്, അതായത് മറ്റ് ജാതികളൊക്കെ അവരുടെ രാജ്യം അങ്ങനെയൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആര് വരുന്നു? മശിഹ വന്നായിരുന്നെങ്കിൽ മശിഹായെ ബാക്കിയുള്ളവർ സ്വീകരിക്കുകയോ അല്ലെ മശിഹായുടെ ആശയങ്ങൾ എന്താണെന്ന് കേൾക്കുകയോ ഒന്നും ചെയ്യാനുള്ള സാധ്യത ഇല്ലാതായി പോവുകയാണ്. മറിച്ച് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ലോകത്തുള്ള ആളുകളിലെല്ലാം സമാധാനമില്ലായ്മ പീക്കിലെത്തുകയും രാജ്യങ്ങൾ വന്നിട്ട് പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ മാറി മാറി അലക്സാണ്ടർ വരുന്നു. അതിനു മുമ്പ് പേർഷ്യ ഉണ്ടായിരുന്നു. പേർഷ്യൻ ആധിപത്യത്തിന് ശേഷം അതിനു മുമ്പ് ബാബിലോണിയൻ ശേഷം പേർഷ്യക്ക് ശേഷം അലക്സാണ്ടറിന് ശേഷം സെലൂക്കസ് രാജവംശം, ടോളമിമാര്, അതിനൊക്കെ ശേഷം ഒരു മക്കാബിയൻ പീരീഡ്. അങ്ങനെ മൊത്തം യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ റോമൻ ഗവൺമെന്റ് വരുന്നു. റോമക്കാർ ഭയങ്കര ക്രൂരന്മാരായിരുന്നു. ആകെ ഒരു അശാന്തി, ഒരു സമാധാനമില്ലായ്മ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ലോകം മുഴുവൻ ഒരു ആശ്വാസം തേടുന്ന ഒരു മൊമെന്റായി മാറി. എവിടെ നിന്നെങ്കിലും ഒരു രക്ഷ വരുമോ എന്നൊരു ചിന്ത യഹൂദനിൽ മാത്രമല്ല എല്ലാ ചുറ്റുമുള്ള ആളുകളിലും ഒരു ശാന്തി, ഒരു സമാധാനം എവിടെ നിന്ന് വരും എന്നൊരു ചിന്തയിലേക്ക് എത്തി. നോക്കിയേ, ഒരു സോഷ്യൽ കൾച്ചറൽ ചിന്ത അങ്ങനെ ഒരു പോയിന്റിലേക്ക്, ഒരു സമ്പൂർണതയിലേക്ക് എത്തി. അപ്പോൾ തന്നെ റോമൻ ഗവൺമെന്റ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ പാക്സ് റൊമാനിയ എന്ന ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ഇംപ്ലിമെന്റ് ചെയ്തു. പാക്സ് റൊമാനിയ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് റോമൻ പീസ്. അപ്പൊ ആ ട്രീറ്റി കൊണ്ട് അല്ലെങ്കിൽ റോമൻ പീസ് എന്നൊരു ലോ എൻഫോഴ്സ് ചെയ്തതുകൊണ്ട് അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അവിടെയുള്ള
അക്രമങ്ങളെ മുഴുവൻ അടിച്ചൊതുക്കി. കടൽ മാർഗമൊക്കെ ആയിരുന്നല്ലോ അന്നത്തെ ട്രാൻസ്പോർട്ടേഷനൊക്കെ. അവിടുത്തെ കൊള്ളക്കാരെ എല്ലാം അടിച്ചൊതുക്കി. റോമൻ നിയമങ്ങളെ എന്ന് പറയുന്നത് കേൾക്കാതിരിക്കുന്നവർക്ക് കൊടിയ ശിക്ഷകൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ക്രൂശീകരണം പോലുള്ള ശിക്ഷയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ ഒരു റോമൻ പീസ് കൊണ്ടുവന്നിട്ട് മൊത്തത്തിൽ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു പീസ് ബ്രിങ്ങിങ് ചെയ്തു റോമൻ ഗവൺമെന്റ്. ഇത് മശിഹായുടെ വരവിനെ ഹെൽപ്പ് ചെയ്തു. മശിഹ വരുമ്പോൾ ചുറ്റും ക്രിമിനൽസ്, അവിടെ എല്ലാം ഭയങ്കരമായിട്ട് സമാധാനമില്ലായ്മ നിൽക്കുകയാണെങ്കിൽ ശാന്തിയുടെ മെസ്സേജ് പറയുന്ന മശിഹായിക്ക് സംസാരിക്കാൻ ഒരു സ്കോപ്പില്ലാതായിപ്പോ. നേരെ മറിച്ച് റോമൻ പേടിച്ചിട്ടാണെങ്കിലും എല്ലാവരും ഇങ്ങനെ പേടിച്ച് പറിച്ചൊരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടായപ്പോൾ, ഒരു സമ്പൂർണതയിലെത്തിയപ്പോൾ, ഒരു പെർഫെക്ഷനിലെത്തിയപ്പോൾ, ടെമ്പററി ആണെങ്കിൽ പോലും പൊളിറ്റിക്കലി അല്ലെങ്കിൽ സൊസൈറ്റിയൽ ആൻഡ് കൾച്ചറൽ വേസ് ഒരു സമ്പൂർണതയിൽ, ഒരു പെർഫെക്ഷനിലെത്തിയപ്പോൾ എന്ത് പറ്റി? മശിഹ ഇറങ്ങി വന്നു. ഇനി നമുക്ക് ഇതിനെ മറ്റൊരു ആംഗിളിൽ കാണാം. ഇൻഫ്രാസ്ട്രക്ചർ എന്നൊരു ആംഗിൾ എടുക്കും. യേശു കർത്താവിന് ഒരു 400 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു യേശു കർത്താവ് വന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? യേശു കർത്താവ് വരുന്നു, യെരുശലേമിൽ പ്രസംഗിക്കുന്നു, പോകുന്നു. ഇതിനെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഈ മെസ്സേജ് യേശു കർത്താവിന്റെ ശിഷ്യന്മാർക്ക് എത്തിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളായിരുന്നു. അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള സോഴ്സുകൾ കുറവായിരുന്നു, അതിനുള്ള ആക്സസിബിലിറ്റി കുറവായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ റോമൻ ഗവൺമെന്റ് വന്നിട്ട് വളരെ പ്രൊഫൗണ്ടായി, വളരെ സീരിയസ് ആയി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിഷനായിട്ട് എടുത്ത് അവര് ഇൻഫ്രാസ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. റോമൻ റോഡുകൾ വളരെ ഫേമസ് ആയിരുന്നു. ഓൾ റോഡ്സ് ലീഡ് ടു റോം എന്നൊരു പഴഞ്ചൊല്ല് വരെ അന്നത്തെ കാലത്തും ഇന്നും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. വളരെ വിശാലമായ റോഡുകൾ പണിതു. വയ ആപ്പിയ പോലത്തെ ഒത്തിരി റോഡുകൾ, കടൽ മാർഗത്തിലുള്ള സീ റൂട്ടുകൾ ക്ലിയർ ചെയ്തു. അപ്പൊ പാക്സ് റൊമാനിയയും ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചറോടെ ചേർന്നപ്പോൾ പിന്നീട് പൗലോസിനെ പോലെയൊക്കെ ഉള്ളവർക്ക് ഈ സുവിശേഷവും കൊണ്ട്, യേശു കർത്താവിന്റെ സുവിശേഷവും കൊണ്ട് പത്രോസിനെ പോലെ, പൗലോസിനെ പോലെ എല്ലാ മിഷണറിമാർക്കും, 1-ാം നൂറ്റാണ്ടിലെ എല്ലാ അപ്പോസ്തലന്മാർക്കും ഈ സുവിശേഷം കൊണ്ട് ആസിയയിലും അന്നത്തെ ഏഷ്യ മൈനറിലും മറ്റെല്ലാ സ്ഥലങ്ങളിലേക്കും ഒക്കെ പോകുവാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആരൊരുക്കി? റോമൻ ഗവൺമെന്റ് ഒരുക്കി. ഒരു സമ്പൂർണ്ണത, ഒരു പെർഫെക്ഷനിൽ എത്തിച്ചു വെച്ചു. ആർക്ക് വേണ്ടി? മശിഹായുടെ വരവിന് വേണ്ടി. അപ്പൊ നോക്കി, ഇങ്ങനെ എല്ലാ രീതിയിലും എന്തോരം രീതിയിലാണ് കാലം സമ്പൂർണമായത്, പെർഫെക്ഷൻ ഓഫ് ടൈം ഉണ്ടായത്. നോക്കിക്കേ, റിലീജിയസ്ലി ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ടായി, പൊളിറ്റിക്കലി ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ടായി, ഇൻഫ്രാസ്ട്രക്ചർ വേസിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടായി, മറ്റെന്താണ് സോഷ്യോ കൾച്ചറൽ വേസിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടായി, ലാംഗ്വേജിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടായി. സകലതും, അതായത് 360 ഡിഗ്രി ആംഗിളിൽ ലോകം മുഴുവൻ ഒരു പെർഫെക്ഷനിലേക്ക് എത്തിച്ചേർന്നു. എന്തിനു വേണ്ടി? സാക്ഷാൽ ദൈവപുത്രൻ ഭൂമിയിൽ ഇറങ്ങി വന്ന മാനവരാശിയുടെ പാപങ്ങളെ ചുമന്നൊഴിക്കുവാൻ വേണ്ടിയിട്ട് ദൈവപുത്രൻ ഇറങ്ങി വരാൻ ഉള്ള സകലവും അനുകൂലമാകുന്ന ഒരു പോയിന്റിലേക്ക് ഭൂമി, ഈ പ്രപഞ്ചം എത്തിച്ചേർന്നു. അതിനെയാണ് ബൈബിൾ കാലസമ്പൂർണത എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ അതിനെ പെർഫെക്ഷൻ ഓഫ് ടൈം അല്ലെങ്കിൽ ഫുൾനെസ് ഓഫ് ടൈം, അങ്ങനെയൊക്കെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എത്ര മഹത്വകരമാണല്ലേ ദൈവത്തിന്റെ പ്ലാനുകളും പദ്ധതികളും. നമ്മൾ യേശു കർത്താവ് ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ കാലം സമ്പൂർണമായതുപോലെ ഇപ്പോഴും മറ്റൊരു പ്രവൃത്തിക്ക് വേണ്ടി കാലം സമ്പൂർണമായി കൊണ്ടിരിക്കുകയാണ്. ആ ഫുൾനെസ്സിൽ എത്തുമ്പോൾ കർത്താവ് മുമ്പ് വന്നതുപോലെ ഒന്നുകൂടി എന്ത് ചെയ്യും? മനുഷ്യനെ ചേർക്കുവാനായി വരും. ആ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ, കർത്താവിനോട് ചേരുവാൻ, ആ വിശ്വാസത്തിൽ കർത്താവിന്റെ രക്ഷയുടെ പാർട്ടായിട്ട് ഇരിക്കുന്ന എല്ലാവർക്കും എന്തൊരു ഭാഗ്യകരമായ അവസ്ഥയാണതല്ലേ. നിങ്ങൾ അങ്ങനത്തെ രക്ഷയുടെ ഭാഗ്യകരമായ അവസ്ഥയുടെ പാർട്ടല്ല എങ്കിൽ അതിലേക്ക് ചേരുവാൻ നിങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.